ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രീം ബണ്ണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറുതെ ബേക്കറിയിൽ നിന്നും വാങ്ങി ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതും മാവ് കോരി ഒഴിച്ചൊക്കെയാണ് ഈ ഒരു ക്രീം ബണ്ണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുക്കുക കേട്ടോ. നല്ല തിളച്ച പാലെടുക്കരുത്, ഇളം ചൂട് മതി. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളം ചൂട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1.5 കപ്പ് മൈദ ആട്ടോ വേണ്ടത്. അത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ 1.5 കപ്പും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വടിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതേ സമയം നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കണം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു പരുവത്തിൽ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ ബട്ടർ ക്രീം റെഡി കേട്ടോ. സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈസ്റ്റ് പുതിയതായെങ്കിൽ മാത്രമേ, ഫ്രഷ് ആയെങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു തവി എടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് അതൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഓരോ തവി മാവ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ ഓയിലിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അത് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഇളകിപ്പോരും. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഈ ഒരു തവി മുക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടൂല. ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലൊന്നും വേണ്ട, നോർമൽ ഒരു രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ നേരിട്ട് തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. വെറുതെ ഒരു മാവങ്ങ് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബണ്ണ് മാത്രം ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ക്രീം ബണ്ണ് രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ബട്ടർ ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബണ്ണൊക്കെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സെൻറ്റർ കട്ട് ചെയ്തിട്ട് അവിടെ ബട്ടർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പുറത്ത് വെച്ചാലും കേടാവൊന്നും ഇല്ല കേട്ടോ. ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബട്ടർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ബട്ടർ ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ബണ്ണൊക്കെ വാങ്ങി കഴിക്കാറില്ലേ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്